വാർത്തകൾ തുടരുന്നു. ഞീഴൂർ കാട്ടാമ്പാക്ക് റോഡിൽ വലിയ തോടിന് കുറുകെ പുതിയ പാലം വേണമെന്ന് ജനകീയ ആവശ്യം. അംഗനവാടി വിദ്യാർത്ഥികൾ അടക്കം കടന്നുപോകുന്നത് കൈവരി തകർന്ന പാലത്തിലൂടെ. ഞീഴൂർ കാട്ടാമ്പാക്ക് റോഡിനെ തമ്മിൽ ബന്ധിപ്പിച്ച് വലിയ തോടിന് കുറുകെയുള്ള പാലം ശോച്യാവസ്ഥയിൽ. പൊതുവെ വീതി കുറഞ്ഞ പാലം കൈവരി തകർന്ന് അപകടാവസ്ഥയിലാണ്. ഈ പാലം കടന്നു വേണം സമീപമുള്ള അംഗൻവാടിയിലേക്ക് കുഞ്ഞുങ്ങളെത്താൻ. പാലം അപകടാവസ്ഥയിലായതോടെ നാട്ടുകാർ ഭീതിയിലാണ്. പാലം പുനർനിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ പലതവണ അധികൃതരെ സമീപിച്ചിരുന്നു. പാലവും സമീപമുള്ള കുളിക്കടവും പുനരുദ്ധരിക്കാൻ തുക അനുവദിച്ചതായും പണികൾ ഉടൻ ആരംഭിക്കുമെന്ന പ്രഖ്യാപനമുണ്ടായെങ്കിലും ഇപ്പോഴും പാലവും കടവും പഴയ സ്ഥിതി തുടരുകയാണ്. ദിവസവും നിരവധി ആളുകൾ തുണി നനയ്ക്കുന്നതിനും കുളിക്കുന്നതിനുമായി എത്തുന്ന കടവ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. കടവ് തകർന്നതോടെ അപകടം ഭയന്ന് ഇപ്പോൾ ആരും കടവിലിറങ്ങാറില്ല. ഞീഴൂർ പഞ്ചായത്ത് ഓഫീസിന്റെ 100 മീറ്റർ അകലത്തായാണ് പാലവും കടവും സ്ഥിതി ചെയ്യുന്നത്. തകർന്ന പാലവും കടവും പുനർനിർമ്മിക്കാൻ നടപടികളുണ്ടാവണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൺസാമയുടെ പ്രധാന തിരുനാൾ 28-ന്. പ്രധാന തിരുനാൾ ദിനമായ 28-മായി ബന്ധപ്പെട്ട് ഭരണങ്ങാനം അൽഫോൻസ തീർത്ഥാടനത്തിന് വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്. തിരുനാളിനെ കഴിഞ്ഞ 19-ന് കൊടിയേറിയതോടെ ലക്ഷക്കണക്കായ വിശ്വാസികളാണ് വിശുദ്ധ അൽഫോൻസാമയുടെ കബറിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കാനായി എത്തുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സംഘങ്ങളും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നൂറുകണക്കായ വിശ്വാസികളും ഓരോ ദിവസവും ഭരണങ്ങാനത്ത് എത്തിച്ചേരുകയാണ്. പ്രധാന തിരുനാൾ ദിനത്തിൽ തീർത്ഥാടന കേന്ദ്രത്തിൽ രാവിലെ 7:30 മുതൽ കബറിടത്തിൽ എത്തുന്ന എല്ലാവർക്കും നേർച്ചയപ്പം വിതരണം ചെയ്യും. 10 ലക്ഷം നേർച്ചയപ്പമാണ് പ്രധാന തിരുനാൾ ദിനത്തിൽ നൽകുന്നതിനായി ക്രമീകരിച്ചു. പ്രധാന തിരുനാൾ ദിനമായി 28-ന് രാവിലെ 5-നും 6-നും 8:30-നും 9:15-നും ഉച്ച കഴിഞ്ഞ് 2:30-നും 3:30-നും 4:30-നും 5:30-നും വിശുദ്ധ കുർബാന നടക്കും. രാവിലെ 7-ന് പാലാ രൂപത മുൻ അധ്യക്ഷൻ മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ നേർച്ചയപ്പം ആശീർവദിക്കും. 10-ന് മാർ ജോസഫ് കലറങ്ങാട്ടിന്റെ കാർമ്മികത്വത്തിൽ ഇടവക ദേവാലയത്തിൽ തിരുനാൾ റാസ് നടക്കും. 12-ന് ജപമാല പ്രദർശനം. തീർത്ഥാടന ദേവാലയത്തിൽ തുടർച്ചയായി പ്രധാന തിരുനാൾ ദിവസം വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും. ജപമാല മെഴുകുതിരി പ്രദർശനങ്ങളുടെ സഹപ്രസിദ്ധന്തിമാരാകാനും നേർച്ചയപ്പ വിതരണത്തിന് പണം നൽകാനും അവസരമുള്ളതായി തീർത്ഥാടന കേന്ദ്ര ഡയറക്ടർ റവറന്റ് ഡോക്ടർ ജോസഫ് തടത്തിൽ അറിയിച്ചു. തിരുനാൾ ദിവസങ്ങളിൽ സമർപ്പണത്തിനും കുംഭസാരത്തിനും വിളക്കു നേർച്ചയ്ക്കും തൊട്ടിൽ നേർച്ചയ്ക്കുമായി നൂറുകണക്കിന് വിശ്വാസികളാണ് വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. വർക്ക്ഷോപ്പ് ഉടമയെ ഇടിച്ചു വീഴ്ത്തിയ ലോറി നിർത്താതെ പോയി. ബൈക്കിൽ പിന്തുടർന്ന യുവാക്കൾ ലോറിയെക്കുറിച്ചുള്ള വിവരം പോലീസിന് കൈമാറി. അപകട സമയം വിവരം അറിയിച്ചെങ്കിലും സ്ഥലത്തെത്താൻ സ്റ്റേഷനിൽ പോലീസും ജീപ്പും ഇല്ലായിരുന്നു. ഈ സമയത്ത് പോലീസ് ഹരിയാന രാജാവിന്റെ എസ്കോർട്ട് ഡ്യൂട്ടിയിൽ. ബുധനാഴ്ച രാവിലെ 9:30-ഓടെ കുറുവലങ്ങാട് പോലീസ് സ്റ്റേഷന് സമീപമായിരുന്നു അപകടം. വഴിയാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തിയ വാഹനം നിർത്താതെ പോയതോടെ വിവരമറിഞ്ഞ് സ്ഥലത്തെത്തിയ നാട്ടുകാരിൽ ചിലർ ബൈക്കിൽ പിന്തുടർന്ന് വാഹനത്തിന്റെ വിവരങ്ങൾ പോലീസിന് കൈമാറുകയായിരുന്നു. വാഹനം സംബന്ധിച്ച് വ്യക്തമായ വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും ലഭിച്ച നമ്പർ ഉപയോഗിച്ച് വാഹനം പിടികൂടാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും കുറുവലങ്ങാട് SI KN ഷാജിമോൻ പറയുന്നു. കുറുവലങ്ങാട് ക്ലാരറ്റ് ബോൺ റോഡിൽ ലോറി വർക്ക്ഷോപ്പ് നടത്തുന്ന കുറുവലങ്ങാട് തണ്ടാനിൽ ഷിബുവിനെയാണ് കൂത്താട്ടലം ഭാഗത്തുനിന്നെത്തിയ ലോറി ഇടിച്ചു വീഴ്ത്തിയത്. അപകടത്തിൽ ഷിബുവിന്റെ ഇടത് കാൽമുട്ടിന് താഴെ വെച്ച് ഒടിഞ്ഞു തൂങ്ങിയതിനാൽ അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടം സംഭവം സംബന്ധിച്ച് നാട്ടുകാരിൽ ചിലർ പോലീസിൽ അറിയിച്ചെങ്കിലും സ്ഥലത്ത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോ സ്ഥലത്തുള്ള പോലീസിന് അപകട സ്ഥലത്തെത്തുന്നതിനു വേണ്ടി വാഹനമോ ഇല്ലാത്ത സാഹചര്യമായിരുന്നു. ഇസഡ് കാറ്റഗറിയിൽപ്പെട്ട ഹരിയാന രാജാവ് ഹുസൈൻ മകൻ സന്തൂർ ഇമാന്തുറാം റഹീം സിംഗിനെ കുമരകത്തുള്ള ഹോട്ടലിൽ നിന്നും നെടുമ്പാശ്ശേരിയിലേക്ക് പൈലറ്റ് പോയിരിക്കുകയായിരുന്നു പോലീസ് സ്റ്റേഷനിലെ വാഹനം. സ്റ്റേഷനിലെ ബഹുഭൂരിപക്ഷം പോലീസ് കോട്ടയത്ത് നടക്കുന്ന സമരവുമായി ബന്ധപ്പെട്ട് കോട്ടയത്തും ഏറ്റുമാനൂർ സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസിലും ജോലിയിലായിരുന്നതും പോലീസിന് സ്ഥലത്തെത്തുന്നതിൽ തടസ്സം സൃഷ്ടിച്ചു. എന്നാൽ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്ന പോലീസുകാരിൽ ചിലർ ഏറ്റുമാനൂർ സ്റ്റേഷനിലും ഹൈവേ പട്രോളിംഗ് വിഭാഗത്തെയും അറിയിച്ചതായി നാട്ടുകാരോട് വിവരം പറഞ്ഞു. പരിക്കേറ്റ ഷിബു തെള്ളകത്തെ സ്വകാര്യ ആശുപത്രിയിൽ സുഖം പ്രാപിച്ചു വരുന്നു. ഉഴവൂരിൽ വീട് നിർമ്മാണത്തിനായി വെട്ടിയ തടി കയറ്റുന്നത് സംബന്ധിച്ച പരാതി പോലീസ് സ്റ്റേഷനിൽ. അന്വേഷണം ആരംഭിച്ചതായി SI KT ഷാജിമോൻ. വീട് നിർമ്മാണത്തിനായി വെട്ടിയ തടിയുടെ കയറ്റിറക്കനായി പണം ആവശ്യപ്പെട്ടതുമായി ബന്ധപ്പെട്ട പരാതികളാണ് ഗ്രഹനാഥനെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. ഉഴവൂർ പഴയമ്പള്ളിൽ എബ്രാഹമാണ് കുറുവലങ്ങാട് പോലീസിൽ പരാതിയുമായി സമീപിച്ചിട്ടുള്ളത്. തന്റെ വീട് നിർമ്മാണത്തിനായി വെട്ടിയ തടി കയറ്റുന്നതിനായി 4000 രൂപയുടെ കരാർ ഉണ്ടാക്കിയെങ്കിലും ഒരു വിഭാഗം തൊഴിലാളികളെത്തി തടി കയറ്റിയതിനു ശേഷം 10000 രൂപ ആവശ്യപ്പെട്ടതായാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. ആദ്യം ധാരണയിലെത്തിയ 4000 രൂപയ്ക്ക് തടി കയറ്റാൻ അംഗീകരിക്കാതെ വരികയും കൂടുതൽ തുക ആവശ്യപ്പെടുകയും ചെയ്തതിനെതിരെയാണ് പോലീസിൽ നിയമ നടപടികൾ ആവശ്യപ്പെട്ട് എബ്രാഹം സമീപിച്ചത്. എബ്രാഹിം സ്വന്തമായി തടി കയറ്റുന്ന ശ്രമം നടത്തിയെങ്കിലും കയറ്റിറക്ക മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളി സംഘടന എന്ന പേരിൽ പരിചയപ്പെടുത്തിയ ഒരു വിഭാഗം പ്രവർത്തകർ സ്ഥലത്തെത്തുകയും തടി കയറ്റുന്നുള്ള അവകാശം തങ്ങൾക്കാണെന്ന് വ്യക്തമാക്കി പണം ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നുവെന്ന് പറയുന്നുണ്ട്. ഇതനുസരിച്ചാണ് 4000 രൂപയ്ക്ക് തടി കയറ്റുന്നതിന് ധാരണ ഉണ്ടാക്കിയത്. എന്നാൽ സ്ഥലത്തെത്തി തടി കയറ്റിയവർ 10000 രൂപ വേണമെന്നതോടെയാണ് നിയമ നടപടിയിലേക്ക് തടി കയറ്റിറക്ക് എത്തിയിരിക്കുന്നത്.
മാഞ്ഞൂരിൽ പോലീസ് സ്റ്റേഷൻ വേണമെന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനോട് പഞ്ചായത്ത് അംഗങ്ങൾ. മാഞ്ഞൂർ പഞ്ചായത്ത് കേന്ദ്രമാക്കി പുതിയ പോലീസ് സ്റ്റേഷൻ ആരംഭിക്കണമെന്നാവശ്യപ്പെട്ട് മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണന് നിവേദനം നൽകി. മാഞ്ഞൂരിൽ പുതിയ പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചാൽ മാഞ്ഞൂർ, കാണക്കാരി, കല്ലറ, നീണ്ടൂർ പഞ്ചായത്തുകൾ ഈ പോലീസ് സ്റ്റേഷൻ പരിധിയിലാക്കാൻ കഴിയും. ദിവസവും നിരവധി അപകടങ്ങളും കേസുകളും ഉണ്ടാകുന്ന പ്രദേശത്ത് കടുത്തുരുത്തിയിൽ നിന്നും പോലീസ് എത്തിച്ചേരാൻ ബുദ്ധിമുട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് മാഞ്ഞൂരിൽ കടുത്തുരുത്തി പോലീസ് സ്റ്റേഷന്റെ ഔട്ട് പോസ്റ്റ് പ്രവർത്തിച്ചിരുന്നു. കോതനല്ലൂരിനും നമ്പ്യാകുളത്തിനുമിടയിൽ പഞ്ചായത്തിന്റെ 16 സെന്റ് സ്ഥലം ഉണ്ടെന്നും ഈ സ്ഥലം പോലീസ് സ്റ്റേഷനായി വിട്ടുതരുന്നതിന് തടസ്സമില്ലെന്നും പഞ്ചായത്ത് അംഗങ്ങൾ നിവേദനത്തിൽ പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് അംഗങ്ങളായ ബിനോയ് ഇമ്മാനുവൽ, ബിനോ സഖറിയാസ്, ചാക്കോ മത്തായി, സുജ ലൂക്കോസ്, സാലിമോൾ ജോസഫ്, സണ്ണി മണിത്തൊട്ടി തുടങ്ങിയവരാണ് ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം നൽകിയത്. ഇനി അറിയിപ്പുകൾ. കല്ലറ ഗ്രാമപഞ്ചായത്തിന്റെയും പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 28-ന് പെരുന്തുരുത്ത് ഗവൺമെന്റ് യു പി സ്കൂളിൽ സൗജന്യ അലോപ്പതി ഹോമിയോ മെഡിക്കൽ ക്യാമ്പും പ്രതിരോധ മരുന്ന് വിതരണവും നടത്തും. രാവിലെ 10 മുതൽ 1 മണി വരെ നടക്കുന്ന ക്യാമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോണി തോട്ടുങ്കൽ ഉദ്ഘാടനം ചെയ്യും. അനീഷ് പാലക്കാമറ്റം അധ്യക്ഷത വഹിക്കും. KPMS കടുത്തുരുത്തി യൂണിയൻ പൊതുയോഗം സംസ്ഥാന കമ്മിറ്റി അംഗം എസ് രാജപ്പൻ ഉദ്ഘാടനം ചെയ്തു. KG വിജയൻ അധ്യക്ഷത വഹിച്ചു. അയ്യങ്കാളിയുടെ 150-ാം ജന്മദിനം ഓഗസ്റ്റ് 30-ന് സംഘടിപ്പിക്കുന്നതിന് തീരുമാനിച്ചു. ഘോഷയാത്ര, അവാർഡ് വിതരണം എന്നിവയുണ്ടാകും. BSP ജില്ലാ പ്രവർത്തക കൺവെൻഷൻ 29-ന് കടുത്തുരുത്തിയിൽ നടക്കും. രാവിലെ 10-ന് കടപ്പൂരാൻ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് പ്രഹ്ലാദൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് ശ്രീനി കെ ജേക്കബ് അധ്യക്ഷത വഹിക്കും. സംസ്ഥാന കൺവീനർ രമേശ് നന്മണ്ട മുഖ്യപ്രഭാഷണം നടത്തും. സംസ്ഥാന നേതാക്കൾ പങ്കെടുക്കും. മാഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായി സുനു ജോർജ് വെട്ടിക്കാട്ട് പറമ്പിൽ തിരഞ്ഞെടുക്കപ്പെട്ടു. കാട്ടാമ്പാക്ക് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെയും ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ 28-ന് പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ മഴക്കാല രോഗങ്ങൾക്കെതിരെ മെഡിക്കൽ ക്യാമ്പും സൗജന്യ മരുന്ന് വിതരണവും നടത്തും. രാവിലെ 10-ന് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ മണിലാൽ ഉദ്ഘാടനം ചെയ്യും. വൈസ് പ്രസിഡന്റ് ജോൺസൺ കൊട്ടുകാപ്പള്ളി അധ്യക്ഷത വഹിക്കും. ജില്ലാ ചെറുകിട റബ്ബർ ടാപ്പിംഗ് വർക്കേഴ്സ് യൂണിയൻ AITUC-യുടെയും കാരിക്കോട് നോർത്ത് റബ്ബർ ഉൽപ്പാദക സംഘത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ റബ്ബർ ബോർഡിന്റെയും ഗോദ്രേജിന്റെയും സഹകരണത്തോടെ റബ്ബർ കർഷക സെമിനാർ, ടാപ്പേഴ്സ് ക്ലാസ്, ശാസ്ത്രീയ വളപ്രയോഗം എന്നിവ സംബന്ധിച്ച് വിവിധ പരിപാടികൾ നടന്നു. AV ജോർജ് കുട്ടി, ശ്രീധരൻ ചായനിൽക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. പെരുവ കേന്ദ്രമായി KSFE ബ്രാഞ്ച് ആരംഭിക്കുമെന്ന് മോൻസ് ജോസഫ് MLA അറിയിച്ചു. ബ്രാഞ്ചിന്റെ പ്രവർത്തനം അടുത്ത മാസം ധനകാര്യമന്ത്രി KM മാണി ഉദ്ഘാടനം ചെയ്യും. സ്വർണം, വെള്ളി നിരക്കുകൾ. സ്വർണം ഗ്രാമിന് 2755 രൂപ, വെള്ളി ഗ്രാമിന് 53 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നിയന്ത്രണം വിട്ട പിക്കപ്പ് വാൻ മറിഞ്ഞു, ഒരാൾ മരിച്ചു, 4 പേർക്ക് പരിക്ക്. സംഭവം ബുധനാഴ്ച പുലർച്ചെ മൂർക്കാട്ടിപ്പടിയിൽ. കുറിച്ചിത്താനത്ത് കുട്ടി പോലീസ് പരിശീലനത്തിന് തുടക്കം. കുറവലങ്ങാട് മേഖലയിൽ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതി ഇതാദ്യം. കോഴ ജംഗ്ഷൻ വികസനം കാത്തിരിപ്പ് നീളുന്നു. പ്രതീക്ഷ ഇനി MC റോഡ് വികസനത്തിൽ. ഒടുവിൽ പൊതുമരാമത്ത് രംഗത്തിറങ്ങി, ദിശാബോധങ്ങൾക്ക് വെളിച്ചമായി. അനാസ്ഥയുടെ പര്യായമായി കുറവലങ്ങാട് പഞ്ചായത്ത് പഴം പച്ചക്കറി സംസ്കരണ കേന്ദ്രം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.